മക്കളെ, ഇന്ന് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദി. പേട് നാമക് കവിത കാ അംശ പഠേം പ്രശ്നോ കെ ഉത്തർ ലിഖേം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പേട് എന്ന കവിതയുടെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം. എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? പേട് എന്ന കവിതയിൽ നിന്നും അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. 1 മുതൽ 4 വരെയാണെങ്കിൽ 1 മുതൽ 4 വരെ ഒന്നുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ തന്നിട്ടില്ല. आम में आम के स्वाद सिले है जामुन में जामुन के, बाग में बाग के स्वाद सिले है वन के पेड़ में वन के, पेड़ तुम पेड़ नहीं तुम दर्जी. പേട് കിസ്കി കവിത ഹേ എന്നാണ് ചോദ്യം. ആരുടെ കവിതയാണ് പേട്? ആരുടെയാണ്? സുശീൽ ശുക്ലജിയാണ് അല്ലേ? ആരുടെയാണ്? സുശീൽ ശുക്ല ആണ് പേട് എന്ന കവിത എഴുതിയത്. അടുത്തത് സംബന്ധ പഹ്ചാനെ ഓർ ജോഡെ ബനായെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധൂബ് मिट्टी पानी फूल. मिट्टी रंग, पानी आकाश, फूल പശ്മിനെ, ധൂബ് ഛായ. അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇനി അടുത്തത് കവിതാംശസേ ഈ ആശയവാലി പങ്ക്തിയാൻ ചുൻകറിലേക്ക്. കവിതയിൽ നിന്നും ഈ ആശയം വരുന്ന വരികളെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളെടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ 3 ചാപ്റ്ററും കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് കാണണം. അതിലിത് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, പേടിനെ പ്രത്യേക ഫലമേ അപ്പന സ്വാദ് ബരാഹേ. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു കവിതയിൽ നിന്നും ചോദിക്കുന്നതെന്നും അതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ആൻസർ നോക്കാം. പേട് ഓരോരോ പഴങ്ങളിലും അതിൻ്റെതായ സ്വാദ് നിറച്ചിരിക്കുന്നു എന്നർത്ഥം വരുന്ന വരികൾ. ആമമേ ആമക്കെ സ്വാദ് സിലേഹെ ജാമുൻമേ ജാമുൻകെ. ഈ 2 വരിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായോ? ഈ 2 വരിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. പേട് കോ ദർജി ക്യോ കഹാ ഗയാ ഹേ. മരത്തിന് എന്തിനാണ് തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? പേട് കിൻ കിൻകോ സിൽത്താ ഹേ. മരം എന്തിനെയൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത്? മരത്തിന് എന്തുകൊണ്ടാണ് തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? മരം എന്തിനെയൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത്? അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? ആ മരം കാറ്റിനെയും പിന്നെ പറയുന്നത് മണ്ണിനെയും വെയിലിനെയും ഒക്കെ പറയുന്നുണ്ടല്ലോ, അതിനെയൊക്കെ തുന്നിച്ചേർക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? തയ്യൽക്കാരൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? കിൻ കിൻകോ സിൽത്ത. എന്തിനെയൊക്കെയാണ് തുന്നുന്നത്? അതായത് നിങ്ങൾ ഈ കവിതയുടെ ആശയം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അത് തന്നെയാണ് നിങ്ങളിതിന് എഴുതി വെക്കേണ്ടത്. മനസ്സിലായോ? കവിതയുടെ ആശയം എഴുതുക എന്ന ചോദ്യം അതാ താഴെ കണ്ടോ. കവി ഓർ കവിതാക്ക പരിചയ കർക്കെ കവിതാംശിക്ക ആശയ ലിഖിയും എന്ന ഓർ ക്വസ്റ്റ്യൻ ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും എന്താണ്? ഈ കവിതയുടെ ആശയം തന്നെയാണ് ഏകദേശം ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കവിതയുടെ ആശയം എഴുതി വെക്കുക. അടുത്ത ജൂലിയ ആർ ലൂണ കഹാനിക്ക അംശപടയ പ്രശ്നമൊക്കെ ഉത്തരം ലിഖിയും. ജൂലിയ ആർ ലൂണ എന്ന കഹാനിയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതണം. 738 ദിനോं तक पेड़ काटने का इंतजार करने के बाद दिन वे आदमी चुपचाप वहाँ से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया, सारे पेड़ बच गए എന്നാണ് ഇവിടെ പാരഗ്രാഫ്. നന്നായിട്ട് വായിക്കണം കേട്ടോ. പാരഗ്രാഫ് നന്നായിട്ട് വായിക്കണം. ഇനി ചോദ്യം നോക്കാം. കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. കഥ വായിച്ചല്ലോ, അവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് അത് വായിച്ചിട്ട് സഹി പ്രസ്താവാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞത്. ലടുക്കീനെ ചുനൗത്തിയൊക്കെ സാമന കിയ. പെൺകുട്ടി വെല്ലുവിളികളെ നേരിട്ടു. ശരിയാണ് അല്ലേ? വെല്ലുവിളികളെ നേരിട്ടു പെൺകുട്ടി. ലടുക്കീനെ വിപത്തിമേ പേടുക്കോ ചോട് ദിയ. പെൺകുട്ടി ആപത്തിൽ മരത്തിനെ ഉപേക്ഷിച്ചു. തെറ്റാണ് അല്ലേ? പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല. ലടുക്കീനെ പേട് പർ ഗോംസല ബനാദിയ. പെൺകുട്ടി മരത്തിൽ കൂടുണ്ടാക്കി. ശരിയല്ലേ? ലടുക്കി സേട്ടിക്ക് ബാത്തോം സേ ഡർ ഗയി. പെൺകുട്ടി സേട്ട് അവളെ ഭയപ്പെടുത്തിയല്ലോ, അതിൽ അവൾ ഭയന്നു എന്നാണ് പറയണത്. സേട്ടിൻ്റെ സംസാരത്തിൽ അവൾ ഭയന്നു. ഉണ്ടോ? ഇല്ല, അവൾ ഭയന്നിട്ടില്ല. ലടുക്കി അപ്പനെ ദോസ്തി പർ അടൽ രഹി. പെൺകുട്ടി തൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഉറച്ചു നിന്നു. ശരിയല്ലേ? അതെ, പെൺകുട്ടി ഫ്രണ്ട്ഷിപ്പിൽ ഉറച്ചു നിന്നു. അപ്പോൾ എത്ര എണ്ണമാണ് ശരിയായിട്ട് നമുക്ക് കിട്ടിയത്? ലടുക്കീനെ ചുനൗത്തിയോं का सामना किया, लड़की ने पेड़ पर घोंसला बना दिया, लड़की अपनी दोस्ती पर अटल रही. അടുത്ത ചോദ്യം. ലടുക്കി കിത്തനെ ദിൻ പേട് पर रही. പെൺകുട്ടി എത്ര ദിവസമാണ് മരത്തിൽ താമസിച്ചത്? എത്ര ദിവസമാണ് ഇതിൽ പറയുന്നുണ്ട്? 738 ദിവസം അല്ലേ? അടുത്തത്
5 ജൂൺ പര്യാവരൺ ദിവസ് ഹേ. ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 5ാം ക്ലാസ് മുതലേ നിങ്ങൾ ചെയ്യുന്നൊരു പോസ്റ്ററാണിത് അല്ലേ. 5 ജൂൺ पर्यावरण दिवस, पेड़ लगाने का संदेश और पर्यावरण की रक्षा का संदेश तो ये പോസ്റ്റർ തയ്യാർ കരേ. പോസ്റ്റർ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി 4 മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വലിയൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. അവിടെ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചരിച്ചു കൊണ്ടുവന്നത്. കൃത്യമായിട്ട് നല്ല ചതുരത്തിലൊരു ബോക്സ് വരച്ചിട്ട് അതിൽ എന്തെഴുതണം? 5 ജൂൺ പര്യാവരൺ ദിവസ് എന്നെഴുതാം. അതിനുശേഷം നിങ്ങൾ പര്യാവരൺ ദിവസത്തിന് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. ആ 2 സെൻറ്റൻസും എഴുതിയിട്ടൊരു മരത്തിൻ്റെ ചിത്രവും വരച്ചാൽ നിങ്ങളുടെ പോസ്റ്റർ റെഡിയായി. ഇനി അടുത്ത നോക്കാം. വാദാ കരോ യഹാ കെ കിസി ബി പേട് കോ കഭി നഹീ കാട്ടോഗെ. ഇവിടെയുള്ള ഒരു മരവും ഒരിക്കലും മുറിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്യാൻ പെൺകുട്ടി സേട്ടിനോട് പറഞ്ഞു അല്ലേ. ഈ സന്ദർഭമേ ജൂലിയ ആർ സേട്ട് കെ ബീച്ച് കി ബാത്ചീത് തയ്യാർ കരേം. ഈ ഒരു സന്ദർഭത്തിൽ ജൂലിയയും സേട്ടും തമ്മിലുള്ള ബാത്ചീത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം, 2 പേരും തമ്മിലുള്ള സംഭാഷണം. ഇത് നമ്മൾ പഠിച്ചതാണ്. ഹിന്ദി വിൻ്ററിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എല്ലാ ക്ലാസ്സിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ബാത്ചീത്തിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. നോക്കിയിട്ട് പഠിക്കുക. ഇന്ദസാർ കർണേക്ക മത്തലബ് ഹേ. ഇന്ദസാർ കർണ പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ, പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ. പ്രതീക്ഷാ കർണ എന്നാണ് ഇന്ദസാർ കർണ എന്ന് പറഞ്ഞാൽ. കഹാനി हाची की कहानी का अंश पढ़े, प्रश्नों के उत्तर लिखे. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया. प्रोफेसറിന്റെ ഭാര്യയ്ക്ക് ആദ്യമൊന്നും ഹാച്ചിന് ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത और प्रोफेसर के प्रति उनके स्नेह उनका दिल पिघल गया. പക്ഷേ അവളുടെ സൗന്ദര്യം, അവളുടെ ആ പ്രൊഫസറിനോടുള്ള സ്നേഹം അതൊക്കെ കണ്ടപ്പോൾ ആ ഭാര്യയുടെ മനസ്സലിഞ്ഞു. സമയ ബീത് ഗയ. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി, കാലങ്ങൾ കടന്നുപോയി. ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി. അവരുടെ 2 പേരുടെയും ഫ്രണ്ട്ഷിപ്പ് വളരെ ആഴത്തിലുള്ളതായി. ആരുടെ 2 പേരുടെയും ഫ്രണ്ട്ഷിപ്പാണ്? ഹാച്ചിയുടെയും പ്രൊഫസറിൻ്റെയും അല്ലേ. ഉൻകാ ശബ്ദ് അലഗ് കർക്കെ ലിഖ്നെ പർ സഹി രൂപ് ഹേ. ഉൻകാ എന്ന ശബ്ദ് വേർപ്പെടുത്തി എഴുതുന്നതിലുള്ള ശരിയായ രൂപം ഏതാണ്? ഉൻ വരുന്നത് ഏതാണെന്നാണ് നിങ്ങളടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത്. ഉൻ വരുന്നത് വേ ആണ് അല്ലേ. വേ ആണ് ഉൻ. അപ്പോൾ ഉൻ കാ പറയുമ്പോഴോ വേ പ്ലസ് കാ. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിൽ വേ പ്ലസ് കാ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ല, ഞാൻ നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ അതിൽ വേ പ്ലസ് കാ ഉണ്ട്, അപ്പോൾ അത് അങ്ങോട്ട് എഴുതാം. മനസ്സിലായോ? ഇനി ജാപ്പാനി ഭാഷ മേ ഹാച്ചി കാ അർത്ഥ ക്യാ ഹോത്താ ഹേ. ജാപ്പാനി ഭാഷയിൽ ഹാച്ചിൻ്റെ അർത്ഥം എന്താണ്? ആട്ട് അല്ലേ, ആട്ടാണ്, 8. പ്രൊഫസർ കി പത്നി കാ ദിൽ പിഘൽ ജാനെ കാ കാരൺ ക്യാ ഹേ. പ്രൊഫസറിൻ്റെ ഭാര്യയുടെ മനസ്സ് അലിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ഹാച്ചി കി സുന്ദര, ഉസ്കി എന്നുള്ളടത്ത് നമ്മൾ ഹാച്ചി ചേർക്കുക. ഹാച്ചി കി സുന്ദരത और പ്രൊഫസർ കെ പ്രതി ഉസ്കെ സ്നേഹ്. പിന്നെ നമ്മൾ എന്തെഴുതാ? പത്നി കാ ദിൽ പിഘൽ ഗയ. ഇസ്ലിയെ എന്ന് കേട്ടോ. അതിന് മുമ്പേ ഇസ്ലിയെ പത്നി കാ ദിൽ പിഘൽ ഗയ. ലഡ്ക ദേഖനെ ലഗ ലഡ്കി ദേഖനെ ലഗി എന്നാണ് വരിക അല്ലേ. ലഘു പ്രയോഗ സഹി രൂപസെ വാക്യ പൂരാക്കരി എന്നാണ് പറഞ്ഞത്. ലഡ്ക ദേഖനെ ലഗ എന്നാണ് പറഞ്ഞത്. അപ്പം ലഡ്ക്കി ആകുമ്പോൾ ഇവിടെ എന്താ വരിക? ലഗി എന്നാണ് വരിക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണിത് അല്ലേ. ഇവിടെ ലഡ്ക്കി ആയതുകൊണ്ട് ലഗി വരും, ലഡ്ക്കാവുമ്പോൾ ലഗ വരും. प्रोफेसर हाची के लेकर घर में आया. प्रोफेसर की पत्नी को हाची पसंद नहीं आया. इस प्रसंग प्रोफेसर की डायरी तैयार करें. പ്രൊഫസറിൻ്റെ ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞത്. പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് പ്രൊഫസർ കൊണ്ടുവന്ന ഹാച്ചി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ ദിവസം പ്രൊഫസർ എഴുതിയ ഡയറി. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക നിർബന്ധമായിട്ടും. ഫോർമാറ്റ് മാത്രം ഇവിടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡയറി, പത്ര, അതുപോലെ തന്നെ ചരിത്ര പർ ടിപ്പണി. നിങ്ങൾക്ക് വരുന്നത് ഡയറി ചോദിക്കും, ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നും ഡയറി ചോദിക്കും. അതുപോലെ തന്നെ ബാത്ചീത് ചോദിക്കും. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് പത്ര ചോദിക്കും. കത്തെഴുതാൻ, ഡയറി എഴുതാൻ, ബാത്ചീത്ത് എഴുതാൻ. പിന്നീട് വരുന്നത് നിങ്ങൾക്ക് ചരിത്ര പർ ടിപ്പണി എഴുതാനാണ് വരുന്നത്, സ്വഭാവ സവിശേഷത. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും ഫോർമാറ്റ്, അതായത് വാർത്താലാപ്, ബാത്ചീത്ത്, സംവാദ്, അത് 3 ഒന്ന് തന്നെയാണ്. അതെങ്ങനെ എഴുതേണ്ടത് നിങ്ങൾക്കറിയാം. ബാക്കിയുള്ളത് നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്ലാസ് എടുത്തിട്ട് കണ്ട് മനസ്സിലാക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട ഡയറിയാണ്. ഡയറിയുടെ ഫോർമാറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. പിന്നെ നിങ്ങൾ അതിൻ്റെ മാറ്റർ എഴുതുന്നതിന് 2 മാർക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ഒരിക്കലും എഴുതാതിരിക്കരുത്. ശരിക്കും പഠിക്കണം. ഒരു പ്രത്യേകമായിട്ട് അതിൽ ഒന്നുമില്ലല്ലോ, ചെറിയൊരു കാര്യമല്ലേ ഫോർമാറ്റായിട്ട് അതിൽ വരുന്നുള്ളൂ. എന്താ വരുന്നത്? ഡേറ്റ് എഴുതണം, ദിവസവും എഴുതണം അല്ലേ. പിന്നെ ആജ് കാ ദിൻ മേ കബി നഹി ഭൂലുങ്ക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്നൊരു സെൻറ്റൻസ് എഴുതണം. പിന്നെ നമ്മളതാണ്ട് എഴുതി തുടങ്ങാം. എന്താണ് ചോദ്യം? പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് അജിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അല്ലേ. അപ്പം പ്രൊഫസർ എഴുതാണ്, ആജ് മേ ടെഹൽനെ ഗയാ, ഇന്ന് ഞാൻ നടക്കാൻ പോയതായിരുന്നു. ഉസി സമയം മുജിയേക്ക് ആക്കി താനാസ്ലിക്ക സുന്ദർ സുന്ദർ എന്താണ് പറയുക, പിള്ളെ അല്ലേ, സുന്ദർ പിള്ളെ കമില, ഒരു സുന്ദരമായൊരു പട്ടിക്കുട്ടിയെ കിട്ടി. ഉസ്കി ഗലേ മേ ഹാച്ചി ലിഖാത, അതിൻ്റെ കഴുത്തിൽ പട്ടാമേ ഹാച്ചി ലിഖാത, അതിൻ്റെ കഴുത്തിലൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ബെൽറ്റിൽ ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മേനെ ഉസേ ഉടാ, ഞാൻ അതിനെടുത്തു. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നു. ലേക്കിൻ മേരി പത്നി കോ ഉസേ പസന്ത് നഹി ആയ, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അതിനെ ഇഷ്ടപ്പെട്ടില്ല. ബഹുത്താച്ച, വളരെ നല്ല, ശാന്താർ, മനോഹരമായ, ബച്ചാത, മനോഹരമായൊരു പട്ടിക്കുട്ടിയായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡയറി എഴുതണം. ഇനി 1935 പ്രൊഫസർ കി പ്രതീക്ഷാമേ ബൈട്ടെ ബട്ട് ആജിനെ ദം തോട് ദിയ. അങ്ങനെ 1935 പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നിരുന്ന് ഹാച്ചിൻ്റെ ജീവൻ പോയല്ലോ, ഹാച്ചി മരിച്ചല്ലോ. അതിന് സമാചാർ തയ്യാറാക്കാൻ നമ്മളത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യമാണ്. അതങ്ങോട്ട് എഴുതി വെക്കുക. ബാബാർ ബാബാക്കി ചെടി എന്നത് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് ടൈം എക്സാമിന് വന്നതാണ്. ഈ എക്സാമിൽ നിങ്ങൾക്ക് ബാബാർ ബാബാക്കി ചെടി എന്ന ചാപ്റ്റർ ഉണ്ടായിരിക്കുന്നതല്ല. ഹാച്ചിക്ക് കഹാനി വരെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇതൊക്കെ ഹാച്ചിക്ക് ബാബാക്കി ചെടിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് ഇനി വീണ്ടും ഹാച്ചിയിൽ നിന്നുള്ള ചോദ്യമോ അല്ലെങ്കിൽ പേട് എന്നുള്ള ചോദ്യമോ ജൂലിയിൽ നിന്നുള്ള ചോദ്യമോ അങ്ങനെ നിങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കുക എന്നല്ലാതെ ബാബാർ ബാബാക്കി ചെടി എന്ന കവിതയിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ആകെ 3 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 3 ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.